ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ചന്ദമേറിയ പൂവിലും ശഫളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിനായി പൂർണ്ണ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് എഡിറ്റർ ശ്രീ ഷാജി ഭാനുവിലാസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ്, പൂർണ്ണ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് മാനേജിംഗ് എഡിറ്റർ ആദരണീയനായ ഡോക്ടർ പി.കെ. സുകുമാരൻ സാർ, ഈ ചടങ്ങ് പി.എൻ. പണിക്കർ അനുസ്മരണവും പൂർണ്ണ പുസ്തകോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുന്നതിനായി ആദരണീയനായ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, മലയാളത്തിൻ്റെ പ്രശസ്തനായ എഴുത്തുകാരൻ, മാതൃഭൂമി ന്യൂസ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ മധു കെ, ബാലസാഹിത്യകാരനും അധ്യാപകനുമായ ശ്രീ ഉണ്ണി അമ്മയമ്പലം, മുൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വി രഞ്ജിത്ത്, പൂർണ്ണ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MGK പിള്ള സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മാധ്യമ സുഹൃത്തുക്കളെ, പൂർണ്ണയിലെ സഹപ്രവർത്തകരെ, ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനിയരെ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ശ്രീ P.N. പണിക്കർ സാറിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. അദ്ദേഹത്തിനുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനും ജൂൺ 19 വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി P.N. പണിക്കർ അനുസ്മരണവും സംസ്ഥാന തലത്തിൽ പൂർണ്ണ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടനവുമാണ് ചടങ്ങാണ് ഇവിടെ ഉള്ളത്. ഇന്നിവിടുത്തെ അനുസ്മരണ പരിപാടികളോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു പരിപാടിയാണ് CP മാഷും കുട്ടികളും എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പുസ്തകോത്സവം. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ തന്നെ എഴുത്തുത്സവം 2026 നടത്തുകയുണ്ടായി. വിദ്യാർത്ഥികൾക്കും മറ്റെഴുത്തുകാർക്കുമായി നിരവധി ആളുകൾ അതിലേക്ക് രചനകൾ അയക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ അതിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് എഴുത്തുകാർക്ക് ഇന്നിവിടെ പുരസ്കാര വിതരണം നടത്തുന്നുണ്ട്. കൂടാതെ പൂർണ്ണ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിക്കുന്ന 9 പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശന കർമ്മം നടക്കുന്നുണ്ട്. പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികളെയും എഴുത്തുകാരെയും മാധ്യമ പ്രവർത്തകരെയും പൂർണ്ണയിലെ എല്ലാ സഹപ്രവർത്തകരെയും അധ്യാപകരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് ഷാജി സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും പൊതുവിഭാഗത്തിലും ഞങ്ങൾ സാഹിത്യ രചനാ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. ഈ മത്സരത്തിൽ 250-ലധികം എൻട്രികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ നിന്ന് വിദഗ്ധ സമിതി തിരഞ്ഞെടുത്ത 10ഓളം സമ്മാനങ്ങൾ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്.
കേരളത്തിൻ്റെ പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിയെ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണത്തിനായും സിപ്പി മാഷും കുട്ടിയോളും എന്ന പേരിൽ നമ്മൾ തുടങ്ങി വയ്ക്കുന്ന പൂർണ്ണയുടെ സംസ്ഥാനതല പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജൂൺ 19 വായനാ ദിനമായി മലയാളികൾ ആചരിക്കുകയാണ്. PN പണിക്കരുടെ മഹനീയമായ സ്മരണയിലാണ് ഈ വായനാ ദിനം നാടൊട്ടുക്കും കൊണ്ടാടുന്നത്. നമുക്കറിയാം, വായനയെ പ്രോത്സാഹിപ്പിക്കുകയും അക്ഷരങ്ങളേറെ സ്നേഹിക്കുകയും വായനശാലകളും ഗ്രന്ഥശാലകളും ഒക്കെ സ്ഥാപിക്കുന്നതിന് ഏറെ പരിശ്രമം നടത്തിയ ഒരു മഹൽ വ്യക്തിത്വമാണ് PN പണിക്കർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയതിൽ പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം അതായിരുന്നു. അപ്പൊ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രവർത്തന രീതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അങ്ങനെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു നമ്മളിവിടെ നിർവഹിക്കുക. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും സംസ്കാര സമ്പന്നവുമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ശരിയുമാണ്. കേരളത്തെ സംസ്കാര സമ്പന്നമാക്കിയത് സാംസ്കാരികമായി വലിയ ഉയർച്ച നമുക്ക് ലഭിച്ചതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ വായനാ സംസ്കാരത്തിന് തന്നെയാണ്. ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഏകദേശം ഒരു വാർഡിൽ, ഒരു ഗ്രാമത്തിൽ ഒരു വായനശാല ചെറുതെങ്കിലും ഇല്ലാത്ത ഒരിടം കേരളത്തിലില്ല. പ്രിയമുള്ളവർ, നമ്മളിവിടെ 6 പുസ്തകങ്ങൾ ക്യൂരിയോസ് സീരീസിൽപ്പെട്ട പുസ്തകങ്ങളാണ്. ഇതിനകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗത്ഭരായ സയന്റിസ്റ്റുകളുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സയന്റിസ്റ്റുകളുടെ ജീവചരിത്രം വെറുതെ അങ്ങ് എഴുതുകയല്ല. അവരെന്തുകൊണ്ട് ഒരു സയന്റിസ്റ്റായി മാറി, അവരുടെ ബാല്യം എങ്ങനെയായിരുന്നു, അവർ ഈ ഒരു വലിയ മഹത്വത്തിലേക്ക് എത്താൻ, മഹാൻ എന്ന പദവിയിലേക്ക് എത്താൻ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. ഒരു വെറും ജീവചരിത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിൻസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിയത്. ഈ കാര്യത്തെ വളരെ റിജിഡായ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ മനോഹരമായി എഴുതിയ പുസ്തകമാണ് ഈ ക്യൂരിയസ് സീരീസിലുള്ള 6 പുസ്തകങ്ങൾ. മറ്റൊന്ന് ലോല ജിനോമിലെ നീലക്കണ്ണുകൾ. 8, 9, 10 ക്ലാസ്സുകളിലെ ബയോളജിയുമായി ബന്ധപ്പെട്ട, സയൻസുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള നിരവധി ശാസ്ത്ര തത്വങ്ങളെ ലളിതമായ ഒരു നോവലിൽ കൂടി കടത്തിവിട്ടുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അപ്പൊ ഈ ഒരു പുസ്തകം വായിച്ചാൽ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് സയൻസ് ഹൃദിസ്ഥമാക്കാനും കഴിയും. ഇതൊരു നൂതനമായ ഒരു എഴുത്ത് രീതിയാണ് ബാലസാഹിത്യത്തിൽ. കാരണം നമ്മുടെ സിലബസിനെ പൊളിച്ചുകൊണ്ട് സിലബസിനെ ഒരു കഥയ്ക്കുള്ളിൽ കൂടി കടത്തിവിടുക. ഒരു സിലബസിനെ കഥയ്ക്കുള്ളിൽ കൂടി കടത്തിവിടുമ്പോൾ ഈ കഥ വായിക്കുന്ന കുട്ടി സിലബസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി പിന്നെ പ്രത്യേകിച്ച് ഈ സിലബസ് പഠിക്കണം എന്നില്ല. ഇതൊക്കെ ഒരു പുതിയ മെത്തഡോളജി, നമ്മുടെ പഠനത്തിന് ഒരു പുതിയ മെത്തഡോളജി എന്ന നിലയിലാണ് ഇത്തരം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞിക്കഥകളും കൂട്ടുകാരും റാണി PKയുടെ ഒരു പുസ്തകമാണത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. പ്രൈമറി കുട്ടികൾക്ക് ഇന്ന് വായിക്കാൻ
കേരളത്തിൽ ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ, മികച്ച ഗ്രന്ഥങ്ങൾ ഇല്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, പ്രൈമറി കുട്ടികൾക്ക് മികച്ച ഗ്രന്ഥങ്ങൾ ബാലസാഹിത്യം ഇന്ന് കേരളത്തിലില്ല. ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം കഴിഞ്ഞ വർഷം വാങ്ങിച്ചാളാണ്. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ പിന്നെ ബാലമംഗളത്തിലും ബാലഭൂമിയിലുള്ള കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു ബാലപൈങ്കിളിയാണ്. ഇപ്പൊ തട്ടി മുട്ടി കിട്ടോ എന്നുള്ള കവിതകളാണ്. അപ്പൊ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പൂർണ്ണ മുന്നോട്ട് വയ്ക്കുന്നത് ആശയാധിഷ്ഠിതമായി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഥയിൽ കൂടി മൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരു 6 വരിയൊക്കെ ഉള്ള ഒരു കഥ 6 വരി, അതിൽ കൂടുതലില്ല. അപ്പൊ അങ്ങനെ മൂല്യ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണ് കുഞ്ഞി കഥകളും കൂട്ടുകാരും എന്ന് പറയുന്ന അതിമനോഹരമായ പുസ്തകം. ഇനി എം കുഞ്ഞാപ്പയുടെ കുഞ്ഞിച്ചുണ്ടനും കുട്ടിത്താറാവ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് റഷ്യൻ ബാലസാഹിത്യം വായിച്ചാണ് നമ്മളൊക്കെ വളർന്നത്. ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ റഷ്യൻ ബാലസാഹിത്യം നമുക്കിവിടെ അവൈലബിൾ ആയി അല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കുഞ്ഞാപ്പ കുഞ്ഞിച്ചുണ്ടനും കുട്ടിത്താറാവും എന്ന ഈ പുസ്തകത്തിൽ കൂടി നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം, അതിൽ നന്മ ജയിക്കുന്നു. സ്നേഹം, സഹാനുഭൂതി, കരുണ, അലിവ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ മൊബൈലിന്റെ പുറകെ പോകുമ്പോൾ അവരുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ഈ സ്നേഹവും അലിവും ദയയും കരുണയും ആർദ്രതയും ഇല്ലെങ്കിൽ അടുത്ത തലമുറ എന്തായി തീരും? അതിനൊരു മറുപടിയാണ് കുഞ്ഞാപ്പയുടെ ഈ അതിമനോഹരമായ കുഞ്ഞിച്ചുണ്ടനും കുട്ടിത്താറാവും എന്ന ഈ പുസ്തകം. അപ്പൊ ഈ 9 പുസ്തകങ്ങളും വളരെ മനോഹരമായി ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. ഒരു കാര്യം കൂടെ പറയാം, പൂർണ്ണയുടെ 25ാമത്തെ വർഷമാണത്. 25 വർഷമായി വർക്കല പൂർണ്ണ പ്രസിദ്ധീകരണ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നു. ഈ സജീവത്വം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവനുള്ള ചൈതന്യം തുടിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു വലിയ പ്രസാധക സംരംഭകരാണ് വർക്കല പൂർണ്ണ. നമ്മുടെ ഓണപ്പൂർ സാറ് പുസ്തകം സ്വീകരിച്ച് നമ്മുടെ ഇന്നത്തെ വായനദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പൂർണ്ണ പബ്ലിക്കേഷൻസ് 25 വർഷം പിന്നിടുന്ന സന്ദർഭമാണ്. ഏറ്റവും ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പി കെ സുകുമാരൻ അവர்கள் നേതൃത്വം കൊടുത്ത് അനുഗ്രഹിക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനമാണ് പൂർണ്ണ. പൂർണ്ണയുടെ പേരിലുള്ള സാഹിത്യോത്സവം നടക്കുന്നു, മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൽ പുരസ്കാരം നേടിയ അധ്യാപകരെ, പൊതുപ്രവർത്തകരെ, കുട്ടികളെ ഒക്കെ ഈ വേദിയിൽ വെച്ച് സമ്മാനിതർ ആക്കുകയാണ് മുമ്പ് ചെയ്തത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു സവിശേഷ പ്രാധാന്യമർഹിക്കുന്ന ദിവസം ആണ്. ഇന്നാണ് അക്ഷരകലയുടെ പുണ്യം എന്നോ വായനയുടെ അനിഷേധ്യ പ്രകാശ പരത്തുന്ന ഒരു നക്ഷത്രമെന്നോ ഒക്കെ പറയാവുന്ന പുണ്യ പ്രതിഭ ആയ ശ്രീ പി എൻ പണിക്കർ അന്തരിച്ചത്. പി എൻ പണിക്കർ, നിങ്ങൾ പലരും അദ്ദേഹത്തെ കുറിച്ച് കേട്ട് കാണും. കേരളത്തിലെ വായനശാല പ്രസ്ഥാനത്തിന്റെ പ്രാരംഭകൻ അദ്ദേഹമാണ്. ഇന്ന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആയി മാറിയിരിക്കുന്ന കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപക പ്രതിഭയാണ് ശ്രീ പി എൻ പണിക്കർ. അദ്ദേഹം അമ്പലപ്പുഴയിലുള്ള ഒരു ചെറിയ സ്കൂളിൽ, ലോവർ പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അവിടെ നിന്ന് അക്ഷരകലയിൽ പ്രചോദിതൻ ആയിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം കേരളം ഒട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓടി നടന്ന് കേരളം മുഴുവൻ ജനങ്ങളെ പ്രബുദ്ധരാക്കിയത് കൊണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത എന്ന മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചു. 32 വർഷം മുമ്പ് നമ്മൾ വിട്ടുപോയ പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ സാംസ്കാരിക പ്രവർത്തനത്തിന്, കുട്ടികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സാംസ്കാരിക ഉറപ്പിന് വേണ്ടിയാണ് ജീവിതം വിനിയോഗിച്ചത്. എങ്കിൽ നമ്മളിപ്പോ പി എൻ പണിക്കരുടെ
ചരമവാർഷികം ആചരിക്കുന്നു, ദേശീയ ഉത്സവമായിട്ട് വായനാ ദിനം കൊണ്ടാടുന്നു. ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ബാല്യത്തിന് സംഭവിക്കുന്നത്? നമ്മുടെ യുവത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ 2000-ഓ 3000-ഓ ലൈബ്രറികളുണ്ട്, ഗ്രാമീണ ലൈബ്രറി. ഇതിൽ എത്ര എണ്ണം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്? അതുപോലെ നമുക്ക് എല്ലാ സ്കൂളിലും ലൈബ്രറി ഉണ്ട്. പക്ഷെ എത്ര സ്കൂൾ ലൈബ്രറി പ്രവർത്തനക്ഷമമാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം വാസ്തവത്തിൽ സ്കൂൾ രക്ഷാകർതൃ സമിതി PT എന്ന് പറയുന്ന സമാനം നമുക്കുണ്ട്. എന്താ അവർ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ വയ്യ, പലയിടത്തും. ക്ഷമിക്കണം. ഒരു അന്വേഷണം നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് എന്ന് വളരെ ഗൗരവമായിട്ട് ഈ അവസരത്തിൽ പണിക്കർ സാറിനെ ഓർമ്മിക്കുമ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ, ഒരു LP സ്കൂൾ അധ്യാപകൻ, മോശമായിട്ട് പറയല്ല, LP സ്കൂളിനെ അത്ര സങ്കുചിതമായി ഒതുങ്ങി നിൽക്കേണ്ട ഒരാൾ കേരളം മുഴുവൻ ഓടി നടന്ന് ഒരു ലൈബ്രറി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത് ഒരു ബാല്യത്തെ ശക്തിപ്പെടുത്തി ഒരു കൗമാരത്തെ നേർവഴി നയിക്കാൻ ഒരു കാലത്ത് ഒരുങ്ങി മുമ്പോട്ട് വന്നു എങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ ഒരു ലോകത്ത് അല്ലേ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് സംഭാവന ഇതിന് നൽകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ആലോചനയ്ക്ക് ഈ മഹത്തായ സന്ദർഭം, ഈ മഹാഗുരുവിനെ നമ്മൾ ഓർമ്മിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സന്നദ്ധരാകണം എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കിട്ടിയ പുസ്തകങ്ങൾ മിക്കവാറും ഞാൻ വായിച്ചതാണ്. ഞാൻ സാഗ ജെയിംസിന്റെ പുസ്തകം കൃത്യമായി വായിച്ചു. സാഗന്റെ അടുത്തുള്ള അധ്യാപികയാണ്, സെന്റ് മേരീസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. സാഗയുടെ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് നോട്ട് എഴുതുന്നില്ല. അതിന് പിന്നീട് എഴുതിയ പൂർണ്ണയ്ക്ക് എൻ്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. എല്ലാ എഴുത്തുകാരെയും ഹൃദയപൂർവ്വം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ വിശദീകരിക്കുന്നു. നന്ദി. ഉപഹാര സമർപ്പണം നിർവഹിച്ച മാതൃഭൂമി ന്യൂസ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ മധു സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ ബഹുമാനം തോന്നിക്കുന്ന ആൾക്കാരാണ്. മറ്റൊന്നുമല്ല, അവര് ഒരുപാട് പ്രപഞ്ചങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നിടുന്ന ആൾക്കാരാണ്. ഒരുപാട് പ്രപഞ്ചങ്ങള്, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ ഒരുപാട് പ്രപഞ്ചങ്ങളെ നമുക്ക് തരുമ്പോൾ നമ്മളും കൂടി വല്ലാണ്ട് സന്തോഷിക്കുകയാണ്. കാരണം ഇതുവരെ കണ്ടതൊന്നുമല്ല, അതാ ഇത്രയും കൂടി ആൾക്കാർ കൂട്ടുകാർ നമുക്കൊപ്പം ഉണ്ട് എന്ന് അറിയുന്ന ആ സന്തോഷം അവരുടെ ലോകത്തെ കൂടി നമ്മളെ കൊണ്ടുപോയി നമ്മുടെ സങ്കടങ്ങളെയൊക്കെ കളഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾ നൽകി. അനുഭൂതി എന്ന വാക്കാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്താണ് സാറിന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടാണ് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ പുസ്തകം വായിച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കണ്ണാടി വിശ്വനാഥൻ എന്ന പറഞ്ഞ ആളുടെ ഇരുമ്പുകൈ മായാവി എന്നുള്ള. അപ്പോ എന്ന് വെച്ച് ഇപ്പോഴത്തെ കുട്ടികള് പണ്ട് വലിയ ഒരുപാട് നോവൽ, അന്ന് ഈ ബാലസാഹിത്യം പോലെ തന്നെ നമ്മുടെ പുരാണങ്ങള്, നമ്മുടെ എല്ലാ പുരാണങ്ങളും ബൈബിൾ കഥകളൊക്കെ അത്ര അധികം ഞാൻ വായിച്ചിട്ടുണ്ട്. ബൈബിൾ കഥകളിൽ കൂടെയാണ് നമുക്ക് അത്ര ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത്. എന്തായാലും ഈ പുസ്തകം തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വളരെ നന്ദി. ശ്രീ വി രഞ്ജിത്ത് സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൂർണ്ണ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ PN പണിക്കർ അനുസ്മരണം, സുകുമാരൻ സാറുമായിട്ട് വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളാണ് പണിക്കർ സാർ. അദ്ദേഹം 1926 ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത്. അതിനുശേഷം 76 വരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുകയും കേരളത്തിന്റെ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുകയും ചെയ്യുകയുണ്ടായി. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് ഒരുപാട് ബാലപ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ വായനയുടെ രീതി മാറി കുട്ടികൾ ചിത്രകഥകളോ അല്ലെങ്കിൽ ബാലസാഹിത്യമോ ഒക്കെ വായിക്കുന്നതിന് പകരം ഡിജിറ്റൽ ഡിവൈസുകളാണ് അവരുടെ അറിവ് സ്വാംശീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പണിക്കർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സിപ്പി മാഷും കുട്ടികളും എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനതല പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് സിപ്പി മാഷിനെ സന്ദർശിക്കുകയും
അദ്ദേഹം അതൊരു ആശംസ ഒരു മിനിറ്റ് നൽകി നമുക്ക് റെക്കോർഡ് ചെയ്ത് തന്നു. പ്രിയരെ, ജൂൺ 19 മലയാളത്തിൻ്റെ വായനാ വാരം ആരംഭിക്കുന്ന ദിവസമാണ്. ഈ ജൂൺ 19 വലിയൊരു പ്രാധാന്യമുള്ളത് അത് PN പണിക്കരുടെ ചരമ ദിനമാണ് എന്നതാണ്. PN പണിക്കർ എന്ന് പറഞ്ഞാൽ മലയാളികളെ വായിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു മുത്തശ്ശനായിരുന്നു. വായനയുടെ സംസ്കാരത്തിലേക്ക് മലയാളികളെ കോർത്തിണക്കാൻ പരിശ്രമിച്ച വലിയൊരു മഹാനായിരുന്നു PN പണിക്കർ. വായന വാരത്തോടനുബന്ധിച്ച് സിപ്പി മാഷും കുട്ടികളും എന്നൊരു പരിപാടി ഒരുക്കുന്നതായി അറിഞ്ഞ് ഏറെ സന്തോഷിക്കുന്നു. കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ പരിപാടികൾ കേരളത്തിൽ ഉടനീളം നടന്നിരുന്നത് അറിയാം. കുഞ്ഞുണ്ണി മാഷ് നമ്മളോട് കൈവിട്ട് പോയി. സിപ്പി മാഷും കുട്ടികളും, അതുകൊണ്ടായിരിക്കണം സിപ്പി മാഷും കുട്ടികളും എന്നുള്ള ഒരു പരിപാടി തന്നെ കലാപൂർണ്ണ കണ്ടുപിടിച്ചത്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അത് ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ. ഈ പരിപാടിക്ക് എൻ്റെ സ്വന്തമായ നേരിട്ടുള്ള ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പുസ്തക വാര ആചരണത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പൂർണ്ണ ഈ കാര്യത്തിൽ വളരെ താല്പര്യമെടുത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ പലയിടത്തും കേരളത്തിൻ്റെ പല ഭാഗത്തും സംഘടിപ്പിക്കുന്നുണ്ട്. അതെല്ലാം വിജയകരമായി തീരട്ടെ. ഡോക്ടർ PK സുകുമാരൻ സാറിൻ്റെ എല്ലാ ശ്രമങ്ങളും വിജയകരമായി തീരട്ടെ. പൂർണ്ണയുടെ എല്ലാ പ്രസ്ഥാനങ്ങളും വിജയകരമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെ ഇത് കേട്ട് നല്ല ആശ്വാസമായിട്ടിരിക്കുന്നു. നമുക്ക് ഈ പൂർണ്ണ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നെയിം പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്നാണ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, ഇതായിരുന്നു സാറിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒന്നാമതായിട്ട് സ്കൂള് തുടങ്ങി കുട്ടികളെ അവിടെ, ഇന്ന് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും MGM മോഡൽ സ്കൂളിൽ പഠിച്ച് കുട്ടികളായിരിക്കും അവിടുത്തെ ഡോക്ടേഴ്സ്. ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ചെന്നാലും MGM മോഡൽ സ്കൂളിൽ പഠിച്ച കുട്ടികളായിരിക്കും അവിടുത്തെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്. ഈ വർഷം തന്നെ അവിടെ പഠിച്ച ഒരു കുട്ടി ഇത് IAS സർവീസ് എക്സാമിനേഷന് സെലക്ഷൻ കിട്ടി. ഞാൻ ഇതൊക്കെ പറയുന്നത് പൂർണ്ണ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പുസ്തകങ്ങൾ മാത്രം പബ്ലിഷ് ചെയ്തുകൊണ്ട് നടക്കുന്നതല്ല. അപ്പൊ ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, അയാൾ AI ആണ് പഠിക്കുന്നത്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ്, ഇപ്പൊ വായനയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് പറഞ്ഞ മറുപടി, അങ്കിളിന് എന്താ അറിയേണ്ടത്, ചോദിച്ചോ, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് മൊബൈലിൽ തോണ്ടയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കുട്ടികളുടെ രീതി ആ രീതിയിലായി മാറി. വായനാശീലം നശിച്ചു. കുട്ടികൾക്ക് വായനാശീലമില്ല. എൻ്റെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ ആയിട്ടിരിക്കുമ്പോൾ സ്കൂളിൽ പോയാൽ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ, പബ്ലിക് ലൈബ്രറിയിൽ കയറി പുസ്തകവും എടുത്ത് അത് കൊണ്ടുപോയി വായിച്ച് 3 ദിവസത്തിനകം അതിൻ്റെ ഒരു രത്ന ചുരുക്കം എഴുതി കൊടുക്കണമായിരുന്നു. നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ജോർജ് ഓണക്കൂർ സാറും മന്ത്രിയും പറഞ്ഞു.